ഏത് പ്രതിസന്ധിയിലും തളരാതെ ഈശ്വരൻ തന്നെ കാത്തുരക്ഷിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഗുരുവും പിതാവും ബന്ധുവും സുഹൃത്തും രക്ഷിതാവുമൊക്കെയായി ഈശ്വരനെ കാണുക. എപ്പോഴും ഈശ്വരനെ സ്മരിക്കുക. ഇത് തന്നെ ഏറ്റവും പ്രാധാന്യമായും കാണേണ്ട കാര്യം. അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമൊക്കെ രണ്ടാം സ്ഥാനമേ വഹിക്കുന്നുള്ളൂ എന്നത് മനസ്സിലാക്കുക. നാം എപ്പോഴും പ്രാർത്ഥന നടത്തുന്നത് പല ആഗ്രഹങ്ങളുടെയും സാധിക്കുവാനായിട്ടാണ്. സാധാരണ ഒരു ഭക്തൻ ക്ഷേത്രദർശനം നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതും ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ആയിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയേക്കാൾ ഉപരി ആ കാര്യസാധ്യത്തെക്കുറിച്ചുള്ള ചിന്തകളാവും മനസ്സിൽ മുന്നിട്ട് നിൽക്കുക. അവിടെ ആഗ്രഹചിന്ത ഒന്നാം സ്ഥാനത്തും ഭക്തി രണ്ടാം സ്ഥാനത്തും ആയി പോകുന്നു. എന്നാൽ എല്ലാം അറിയുന്ന ഈശ്വരനോട് തനിക്കിത് സാധിച്ചു തരണം, അത് സാധിച്ചു തരണം എന്ന് പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഭക്തി ഉപാധികളല്ലാത്ത ഭക്തി, പൂർണ്ണ വിശ്വാസത്തോടു കൂടിയുള്ള ഭക്തി, അതാണ് നമ്മൾ മുന്നോട്ട് നിർത്തേണ്ടത്. അങ്ങനെയായാൽ ആഗ്രഹ സാഫല്യം നിശ്ചയമായും പിന്നാലെ എത്തിക്കോളും.